നിർഭാഗ്യവശാൽ രഞ്ജിത്തേട്ടൻ ഇന്ന് ഔട്ടായി പോകാൻ സാധ്യതയാണ്. ഇതൊരു മൂലയിൽ പോയി ഇരുന്നിട്ട് ക്യാമറ നോക്കി വേണ്ട എന്നോട് മിണ്ടണ്ട, എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് അവരൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് വരത്തില്ല, അവരൊക്കെ പോയപ്പോഴത്തേക്ക് എന്നെ വേണം അല്ലേ. പിന്നെ അത് പറഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്നെ പറഞ്ഞത്. വിധവകൾക്ക് വേണ്ടി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 നിങ്ങളൊക്കെ കാണാറുണ്ടോ? പക്ഷെ ഞാൻ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ അതിന് അഡിക്റ്റ് ആണ്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഞാൻ ആണെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ വരുന്ന ഫസ്റ്റ് എപ്പിസോഡ് ടിവിയിൽ ജസ്റ്റ് ഒന്ന് കണ്ടു തുടങ്ങിയതാ. എന്ന് വെച്ചാൽ ലാലേട്ടനെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കണ്ടു. ഫുൾ കണ്ടു ആ എപ്പിസോഡ്. പക്ഷെ എനിക്കറിയാം ഹോട്ട്സ്റ്റാറിൽ ലൈവ് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പ്രീമിയം എന്റെ ഹോട്ട്സ്റ്റാറിലും ഉണ്ട്. പക്ഷെ മുന്നേ ഒന്നും ഞാൻ ഒരു എപ്പിസോഡ് മുന്നത്തെ സീസൺ ഒന്നും ഞാൻ കാണാറില്ലായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ഫുൾ ടൈം, രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല, എവറി ടൈം ഞാൻ ഹോട്ട്സ്റ്റാർ പ്ലേ ചെയ്തു, സീസൺ 7 പ്ലേ ചെയ്തു ലൈവ് കണ്ടോണ്ടിരിക്കുക. എന്താണ് ഇതെന്ന് എനിക്കറിയില്ല. ഭയങ്കര ക്യൂരിയോസിറ്റി. നിങ്ങൾക്കൊക്കെ ഉണ്ടോ അങ്ങനെ? നിങ്ങളത് കാണാറുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനത് അഡിക്റ്റ് ആണെന്ന് തോന്നുന്നു. രാവിലെ എണീക്കുന്നു, ബിഗ് ബോസ് കാണുന്നു, ഇപ്പം നൈറ്റ് ചിലപ്പോൾ 2 മണി, രാത്രി 2 മണി 3 മണിക്കൊക്കെ എണീറ്റിരുന്ന് പ്ലേ ചെയ്യുക. എനിക്കറിയാം ഇത് തലേന്നത്തെ ആയിരിക്കും, അല്ലെങ്കിൽ തലേന്നത്തെ രാത്രിത്തെ കട്ട് ചെയ്ത് അവർ എഡിറ്റ് ചെയ്താണ് സംഭവം സ്ട്രീം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഫുൾ ടൈം ഇത് കാണുന്നുണ്ട്. 24/7 ആണെന്നുണ്ടെങ്കിൽ ഒരു 14-15 ഹവേഴ്സ് ഞാനിത് കാണുന്നുണ്ട്. എനിക്കറിയില്ല ഇത്. പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവരുടെയൊക്കെ ഓരോരുത്തരുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. നല്ല രസമുണ്ട്. ഇവരുടെ ഗെയിമും കാര്യങ്ങളും ഇവരുടെ മൈൻഡ് ഗെയിമും എല്ലാം നമുക്ക് നല്ല കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. മുമ്പൊന്നും ഞാനത് കാണത്തില്ലായിരുന്നു. ഇപ്പോഴാണ് സീസൺ 7 ആണ് ഞാൻ വൃത്തിയായിട്ടൊന്ന് കണ്ടു തുടങ്ങുന്നത്. മുന്നേക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കട്ടിങ്സ് ഒക്കെ വരുമല്ലോ, ചാനലിൽ വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസും കട്ടിങ്സും കോമഡി കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. അന്നും ഈ തിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് മുന്നേയൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അവരെന്ത് സംസാരിക്കുന്നോ അതെല്ലാം ഞാനിങ്ങനെ കണ്ടോണ്ടേയിരിക്കും. എനിക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. എന്താണെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ എന്റെ ഒരു ഒപ്പീനിയൻ ഇതിന് ഇപ്പൊ ഞാൻ ഒരാഴ്ച ഞാനിത് കണ്ടു. ഈ കണ്ടപ്പോഴത്തേക്ക് റിവ്യൂ പറയാനൊന്നും എനിക്കറിയില്ല. അവരുടെ ആ ക്യാരക്ടറിന്റെ രീതികൾ ഞാനത് പറയാം. എന്റെ ഒപ്പീനിയനാണ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. 20 കണ്ടസ്റ്റൻസ് ആണ് ഈ സീസൺ 7 അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ അഭിലാഷിന്റെ കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്ന കാര്യമാണ്, അഭിലാഷ് എന്ന് പറഞ്ഞാൽ അഭിലാഷിന്റെ ആ ഒരു സ്പേസ് അഭിലാഷ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. അത് നമുക്ക് മനസ്സിലാക്കാം. പുള്ളി കളിക്കുന്ന ടാസ്ക് ആയാലും, പുള്ളിയുടെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിലുള്ള പുള്ളിയുടെ അഭിപ്രായങ്ങളായാലും വളരെ അടിപൊളിയായിട്ടാണ് പുള്ളി അത് സംസാരിക്കുന്നതും ഗെയിം ചെയ്യുന്നതും ഒക്കെ വളരെ മനോഹരമാണ്. പുള്ളി ഒരു ഗെയിമറാണ്, നല്ല സ്ട്രോങ് ഗെയിമർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 1 വീക്കിലേ ആയിട്ടുള്ളൂ. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ രണ്ടാമത് ആദില ആൻഡ് നൂറ കപ്പിൾസ് ആണ്. പക്ഷേ അവർ രണ്ടുപേരും ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല. ഇവർ രണ്ടുപേരും ഉണ്ട് സ്പേസ്, അവരുടെ സ്പേസ് അവിടെ ഉണ്ട്. പക്ഷെ ഇതിലൊരു ഗെയിമറിലേക്ക്, ഒരു ടാസ്കിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവര് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു അവര് വന്നതിന്റെ ഒരു ഇതാണോന്ന് എനിക്കറിയില്ല. ഒരു സൈലന്റ് ആണ് മൊത്തത്തിൽ രണ്ടുപേരും സൈലന്റ് ആണ്. ആവശ്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റുള്ള പ്രശ്നങ്ങളിൽ കയറി ഇടപെടണ്ട എന്നുള്ളതാണോ, ഇനി വന്ന് ഗെയിം കളിച്ചിട്ട് പോകാം എന്നുള്ളതാണോ? അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. കാരണം ബിഗ് ബോസ് അവിടെ നിർത്തത്തില്ല, പറഞ്ഞുവിടും. അവർ രണ്ടുപേരും ആക്റ്റീവ് ആവാനുണ്ട്. എനിക്ക് തോന്നുന്നില്ല അവരവിടെ നിൽക്കുമെന്ന്. അടുത്തത് അക്ബർ വളരെ സ്ട്രോങ്ങസ്റ്റ് ഒരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം പുള്ളി വന്നപ്പം മുതൽ ഭയങ്കര ആക്റ്റീവാണ്. വളരെ മനോഹരമായി ആ ടാസ്കുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഗെയിം ചെയ്യുന്നുണ്ട്. വളരെ പ്രശ്നങ്ങൾ ക്രിയേറ്റും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് മൈൻഡ് വെച്ചിട്ട് ഗെയിം കളിക്കുന്നുമുണ്ട്. ഒരുപാട് ചൂഴ്ന്ന് സംസാരിക്കുന്നുണ്ട്. പുള്ളിയുടെ മൈൻഡിൽ സംഭവങ്ങളുണ്ട്. പുള്ളി ഭയങ്കര ഒരു ഗെയിമറാണ് കേട്ടോ. അത് പുള്ളി എനിക്കൊന്ന് അവസാനം വരെ എത്താൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ അക്ബർ. അടുത്തത് അനീഷ് കോമണർ ആയിട്ടാണ് വന്നത്. അനീഷിനെ പറ്റി എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ,
പുള്ളി പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി അറിയാതെ തന്നെ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. പുള്ളിയുടെ ക്യാരക്ടർ വെച്ച് തന്നെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുക. അല്ലാതെ അനീഷ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങളല്ല അവിടെ നടക്കുന്നത്. അനീഷ് ഒരു കാര്യം പറഞ്ഞിട്ട് ക്യാപ്റ്റൻ ആയപ്പോഴത്തേക്ക്, ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആരും കേട്ടില്ലെന്നുണ്ടെങ്കിൽ ആ കാര്യം 10 തവണ പറയും. നിങ്ങൾ ആരും ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല, നിങ്ങൾ ആരും ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല, നിങ്ങൾ ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ്. 10 തവണ ഓരോ കാര്യങ്ങളും എടുത്തെടുത്തിങ്ങനെ പറയും. അപ്പം പുള്ളിയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാല് ഇപ്പം എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ലൈഫിലും പുള്ളി അങ്ങനെ തന്നെയാണ്. പുള്ളിയുടെ അടുത്ത് പുള്ളി ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. പുള്ളിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് അവിടെ സംഭവങ്ങൾ ക്രിയേറ്റ് ആവുന്നത്, കുറെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നത്. ഇതിപ്പം പുള്ളി എല്ലാവരെയും അനുസരിപ്പിക്കാൻ നോക്കുകയാണ്. മനസ്സിലായി? ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പുള്ളി അനുസരിപ്പിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവരത് എതിർക്കുന്നു. അനീഷിന് ആർക്കും ഇഷ്ടമല്ല. ഞാൻ പറയുന്ന പറഞ്ഞാല് അനീഷിന്റെ അടുത്ത് ഈ 19 പേരും ബാക്കിയുള്ള 19 പേരും സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അനീഷ് ഒരു കാര്യം അല്ല, അനീഷ് ഇപ്പൊ സംസാരിക്കാൻ വേറെ അടുത്ത് വരുന്നു, ഈ 19 പേരും അനീഷിനോട് സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ അനീഷിന് അവിടെ കണ്ടന്റ് ഇല്ല. അനീഷ് അവിടെ തോറ്റു. ആ സമയം അനീഷ് മറ്റുള്ളവരുടെ അടുത്ത് ആവശ്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞാൻ കണ്ട കാര്യമാണ്. മറ്റുള്ളവർ കണ്ടോന്ന് എനിക്കറിയില്ല, ബാക്കിയുള്ള സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് കണ്ടോന്ന് എനിക്കറിയില്ല. അനീഷ് സംസാരിക്കുന്നില്ല. അനീഷിന്റെ അടുത്ത് 19 പേരും അനീഷിനെ സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ അനീഷ് അവിടെ തോറ്റു. അനീഷിന് വേണ്ട കണ്ടന്റ് ഇല്ല. എന്നാൽ അനീഷിന്റെ പ്രസൻസിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവിടെ അടിയാണ്, അവിടെ വഴക്കാണ്, അവിടെ കണ്ടന്റായി. അനീഷിന്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് അവിടെ കണ്ടന്റ് ഉണ്ടാവുന്നത്. അപ്പൊ അനീഷ് എനിക്കൊന്നും പുള്ളിയുടെ മനസ്സില് ഗെയിം കാണും, എങ്ങനെ കളിക്കണം, ഈ ക്യാരക്ടർ വെച്ചിട്ട് തന്നെയാണോ കളിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയിട്ടായിരിക്കാം ബിഗ് ബോസ് സീസൺ 7 പുള്ളി എടുത്തിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ബിഗ് ബോസിനെ അയാൾ മനസ്സിലാക്കി കാണാം. അതുകൊണ്ടായിരിക്കാം പുള്ളി എങ്ങനെ എടുത്തിട്ടേക്കുന്നത്. ഫസ്റ്റ് വന്നപ്പോ തന്നെ പുള്ളി അവിടെയുള്ള ഭൂരിഭാഗം പേരുടെയും എതിർപ്പ് ഏറ്റുവാങ്ങി. അതുകൊണ്ടാണ് പുള്ളിയെ തന്നെ ക്യാപ്റ്റൻ ആക്കിയത്. കാരണം എല്ലാവരും എതിർപ്പാണെന്നുണ്ടെങ്കിൽ പുള്ളിയെ ഫസ്റ്റ് ടൈം തന്നെ പുറത്താക്കേണ്ടതാണ്. അപ്പം പുറത്താക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിയെ തന്നെ ക്യാപ്റ്റൻ ആക്കിയത്. അടുത്ത അനിമോളെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ, അനിമോളൊക്കെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി ഇങ്ങനെ നടക്കുക, കണ്ണൊക്കെ എഴുതി ഒരുങ്ങി. പുള്ളിക്കാരി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മറ്റുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട്, ഗെയിമിലൊക്കെ ആക്റ്റീവാണ്. എങ്കിലും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതൊക്കെ ഉണ്ട് അനിമോൾക്ക്. നമുക്ക് കണ്ടിരിക്കാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അവസാനം വരെ എത്താനുള്ള ഒരു ഗെയിമാണ് അനിമോൾ. കൂടുതലൊന്നും എനിക്കങ്ങോട്ട് പറയാൻ പോകുന്നില്ല. അടുത്ത ആര്യൻ വളരെ മികച്ച ഒരു ഗെയിമറാണ്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് പുള്ളി എല്ലാത്തിനും വിൻ ചെയ്യുന്നുണ്ട്. പുള്ളി എടുക്കുന്ന എല്ലാ ടാസ്കിലും പുള്ളി വിൻ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഫൈനലിൽ ഈ പറഞ്ഞ അക്ബറും ആര്യനും വരാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്നാണ് എന്റെ വിശ്വാസം. പുള്ളി വളരെ നല്ല രീതിയിലാണ് ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കുന്നത്. ഗെയിം കളിക്കുന്നുണ്ട്, എന്നാൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ പുള്ളിയുടെ സജഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ആ ബാൻഡ് കിട്ടി, ഒരു ബാൻഡ് 300 കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബാൻഡ് ഈ 1 വീക്ക് കറക്റ്റായിട്ട് സംരക്ഷിച്ചു വന്നു. അപ്പം അതൊക്കെ പുള്ളിയുടെ ഒരു ക്വാളിറ്റിയാണ്. വളരെ നല്ലൊരു ഗെയിമറാണ് ആര്യൻ. അടുത്തത് ആർ ജെ ബിൻസി ഒരുപാട് നല്ല കണ്ടന്റുകൾ നമുക്ക് നമ്മളെ പ്രേക്ഷകർക്ക് തരാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ എന്താണെന്ന് അറിയില്ല, പുള്ളിക്കാരി ആവശ്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. എനിക്ക് ക്യാമറ അവിടെ ചെല്ലാത്ത കാണാമെന്ന് എനിക്കറിയില്ല. ഇടയ്ക്ക് വെച്ച് നെവിനുമായിട്ട് വലിയ പ്രശ്നം സംസാരം ഉണ്ടായി. ഷാനവാസിന്റെ വിഷയങ്ങളെല്ലാം ചേർന്നിട്ട് നല്ല ആക്റ്റീവ് അല്ല പുള്ളിക്കാരി. എന്താണെന്ന് അറിയില്ല, കുറച്ച് തുടക്കമായോണ്ടായിരിക്കാം. ഇടയ്ക്ക് ആ മുൻഷി രഞ്ജിത്തേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല കണ്ടന്റുകളായിരുന്നു സംസാരിക്കുന്നതൊക്കെ. പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ പുള്ളിക്കാരിക്ക് ഉണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, തുടക്കമായോണ്ടായിരിക്കാം. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പിന്നെ കണ്ടു നോക്കാം. അടുത്തത് ബിന്നി അനിമോളെ പോലെയൊക്കെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറിങ്ങനെ നടക്കുക. ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ കിച്ചണിലാന്ന് തോന്നുന്നു പുള്ളിക്കാരി എത്ര പ്രശ്നങ്ങളിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. കണ്ടന്റുകൾ കുറവാണ്, ആക്റ്റീവ് ആവാനുണ്ട്.
ഇനിയും മുന്നോട്ട് ഗെയിം ചേഞ്ച് ചെയ്ത് വരുമോ എന്നും എനിക്കറിയില്ല. ആക്റ്റീവ് ആവാനുണ്ട് എന്തായാലും. അടുത്ത ആവുന്നോ? അടുത്ത ജിസേല. ജിസേല് എനിക്ക് തോന്നുന്നില്ല, പുള്ളിക്കാരിക്ക് അറിവ് കുറവാ, സത്യം പറയാല്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ലുക്ക് കണ്ടിട്ടൊക്കെയാണോ എടുത്തിട്ടേക്കുന്നത്. ലാംഗ്വേജ് ഇതിനൊരു ബിഗ് ബോസിന് മലയാളം ലാംഗ്വേജ് മസ്റ്റാണ്. പക്ഷെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളിലൊന്നും ഒരു സംസാരിക്കുന്ന എല്ലാം ഒരു ചളി പോലെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, സത്യം പറയാല്ല. പുള്ളിക്കാരി നീണ്ടു പോകത്തില്ല, ഔട്ടായി പോകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അടുത്ത നെവിൻ. പക്ക ഫണ്ണിയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരന്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് കണ്ട് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരൻ ഭയങ്കര ഫണ്ണിയാണ്. ഭയങ്കര, സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ചിരിക്കാനുണ്ട് നെവിനെ കൊണ്ട്. അത് ബിഗ് ബോസിനെ മനസ്സിലായിട്ടുണ്ട്, കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു തവണ ഒരു ക്യാമറ ഒരു സീൻ ഞാൻ കണ്ട, ക്യാമറയുടെ ഒരു ഒതുങ്ങി ഒരു മൂലയിൽ പോയി ഇരുന്നിട്ട് ക്യാമറ നോക്കി, വേണ്ട എന്നോട് മിണ്ടണ്ട, എന്തിനാ ഇപ്പൊ എന്റെ അടുത്ത് വന്ന്, അവരൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് വരത്തില്ല, അവരൊക്കെ പോയപ്പോഴത്തേക്ക് എന്നെ വേണം അല്ലേ, എന്തിനാ, വേണ്ട എന്റെ അടുത്ത് മിണ്ടണ്ട, എന്നെ നോക്കണ്ട, ഞാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഒരു ഫണ്ണി സാധനങ്ങളൊക്കെ ചെയ്തിടും. ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ പുള്ളിക്കാരൻ വലിയ സ്ട്രോങ് ഗെയിമർ അല്ല. പക്ഷേ പുള്ളിക്കാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫണ്ണി സാധനങ്ങൾ ബിഗ് ബോസിന് കിട്ടും. ഭയങ്കര റീൽസ് വൈറലാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് ഗെയിം. അടുത്തത് ഒനിൽ. നമ്മുടെ കലാഭവൻ സരികയുടെ പേര് പറഞ്ഞ, സരിക പറയുകയാണെങ്കിൽ ഒണിയൻ എന്ന് പറയും. ബിഗ് ബോസുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കലാഭവൻ സരിക ഒനിയലിന്റെ പേര് പറഞ്ഞതാ, സാർ ഒണിയൻ. ബിഗ് ബോസ് പറഞ്ഞു, ബിഗ് ബോസ് മാറി ചിരിക്കുക. ബിഗ് ബോസ് പറഞ്ഞു, ഒണിയൻ അല്ല സരിക, ഒനിയൻ. ഒണിയൻ പിന്നെ അത് തന്നെ പറയുന്നത്, പിന്നെ മാറ്റി പറഞ്ഞെന്ന് തോന്നുന്നു. ഭയങ്കര കോമഡിയാ. ഒനിയിലും കിച്ചണാണ്, പക്ഷെ ഒനിയില് ഭയങ്കര ആക്റ്റീവ് അല്ല. ഫുൾ ടൈം കിച്ചണിലാണെന്ന് തോന്നുന്നു. കിച്ചണിലായോണ്ടായിരിക്കാം ആക്റ്റീവ് അല്ല. പ്രശ്നങ്ങളിലൊന്നും വലുതായിട്ടൊന്നും തോന്നില്ല. എന്തെങ്കിലും പല കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നു പോകുന്നു. സ്ട്രോങ് അല്ല. ഗെയിമിലും അത്ര ഒരു ഇതല്ല പുള്ളിക്കാരൻ പറയാന്ന് പറഞ്ഞാൽ, ഞാൻ ഫുൾ ടൈം കിച്ചണിലല്ലേ, അതുകൊണ്ടാണ് എനിക്ക് സമയമില്ലാത്തത് എന്നൊക്കെ ആണ് ഇന്നലെ ബിഗ് ബോസിൽ എപ്പിസോഡിൽ പറയുന്നത് കേട്ടോ. സ്ട്രോങ് അല്ല. ആക്റ്റീവ് ആകാനുണ്ട്, ഒരുപാട് ആക്റ്റീവ് ആകാനുണ്ട്. പിന്നെ അവിടെ നിന്ന് ഗ്രൂപ്പിസം കളിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്യുന്നതാണ്. അടുത്ത മുൻഷി രഞ്ജിത്തേട്ടൻ. പുള്ളിക്ക് ഒരുപാട് സംസാരിക്കാനും ഒരുപാട് അറിവുള്ള ഒരു വ്യക്തിയാണ് ഈ മുൻഷി രഞ്ജിത്ത് ചേട്ടൻ. എന്താണെന്നറിയില്ല, പുള്ളി സൈലന്റ് ആണ്. ഈ തുടങ്ങിയോണ്ടാണോ, ഇപ്പം ഒരാഴ്ച ആയതുകൊണ്ടാണോ, ഇനി കളിച്ചു വരാം എന്നുള്ള ഭാവേന നിൽക്കുന്നതുകൊണ്ടാണോ എന്തോ പുള്ളിക്കാരൻ്റെ സ്പേസ് അവിടെ കിട്ടുന്നില്ല. കിച്ചണിലാണ് പുള്ളി. പക്ഷെ പുള്ളിക്കാരി മറ്റുള്ളവരില്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ക്യാമറ വരത്തുള്ളൂ. കാരണം എന്താ, അവിടെ കണ്ടന്റ് ഇല്ല. മുൻഷി രഞ്ജിത്തേട്ടൻ സംസാരിക്കാൻ കണ്ടന്റ് ഇല്ല. പക്ഷെ പുള്ളി നല്ല രീതിയിൽ സംസാരിക്കും. പുള്ളിയുടെ ഒരുപാട് അറിവ് നമ്മുടെ പ്രേക്ഷകർ കിട്ടാനുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ രഞ്ജിത്തേട്ടൻ എവിക്ഷനായി പോവാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇന്ന് ഔട്ടായി പോകുന്നത് രഞ്ജിത്തേട്ടനാവാം. ഈ ഒരാഴ്ച ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നത് രഞ്ജിത്തേട്ടനെ തന്നെയാണ്. കാരണം പുള്ളിക്ക് സംസാരിക്കാനുണ്ട്, പുള്ളിക്ക് സ്പേസ് കിട്ടുന്നില്ല. പുള്ളി സംസാരിക്കുന്നില്ല. പുള്ളി എന്താണെന്ന് എനിക്ക് അറിയില്ല. പുള്ളി കുറച്ചുകൂടെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ആക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം. അടുത്ത റന ഫാത്തിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരി പ്രായം കുറവുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു മറ്റുള്ളവരുടെ കീഴിൽ ഇടിച്ചു കയറി സംസാരിക്കാൻ പറ്റുന്നില്ല. പുള്ളിക്കാരിക്ക് വോയിസ് കിട്ടുന്നില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പുള്ളിക്കാരി സംസാരിക്കുന്നുണ്ട്. അത്ര സ്ട്രോങ് അണ്ടർസ്റ്റാൻഡ് അല്ല. പുള്ളിക്കാരിയുടെ എനിക്കൊന്ന് പ്രായം കുറവുള്ളതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്പേസ് അവിടെ കിട്ടാത്തത്. രേണുവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വാഴക്കിടയിലെ ചീരയാണ് ഈ രേണു എന്ന് പറയുന്നത്. വാഴ നനയുമ്പം ചീരയും നനയും. ആ ഒരു സംഭവം രേണുവിന്റെ അവസ്ഥ. എന്തിനായിരുന്നു, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്തിനു വേണ്ടിയിട്ടാണ് ഈ രേണുവി നിൽക്കുന്നതെന്ന്. ഒരു അഭിപ്രായങ്ങളും ഇല്ല, ഒരു സംസാരവും ഇല്ല. ഏതെങ്കിലും ഒരു രണ്ട് വ്യക്തികൾ സംസാരിച്ചുകൊണ്ട് അതിൻ്റെ ഇടയിൽ സംസാരിക്കും, അത്രേ ഉള്ളൂ. ഒരു കണ്ടന്റ്, നല്ലൊരു കണ്ടന്റോ നല്ലൊരു സംസാരമോ ഒന്നുമില്ല അതിനകത്ത്.
ഈ രമയ ഫാത്തിമയൊക്കെ പോലെ തന്നെ വലിയ സംസാരമില്ല, ആക്റ്റീവ് അല്ല. പിന്നെ ഇടയ്ക്ക് വീട്ടിൽ പോകാന്ന് പറയുന്നു. പിന്നെ ഒരു പെന്നെയും ഇടുന്ന സമയത്ത് അത് പിടിച്ച് കരച്ചിൽ തുടങ്ങി, ഇമോഷണൽ എന്നുവെച്ചാൽ. പിന്നെ അത് പറഞ്ഞ് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു എന്നെ പറഞ്ഞത്. വിധവകൾക്ക് വേണ്ടി ആണ് ഞാൻ സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇമോഷണലായിട്ട് വോട്ട് നേടാനുള്ളൊരു പ്രവണത. അതൊന്നും ഈ ഗെയിമിൽ ഒരു നല്ലതല്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പുള്ളിക്കാരി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല ഇതിനകത്ത്. ബിഗ് ബോസിൽ സ്ട്രോങ് അല്ല, ഉള്ള കാര്യം പറയാമല്ലോ. അടുത്ത് അപ്പാനി ശരത്ത് അടിപൊളിയാണ് സംഭവം. അടിപൊളി മീൻസ് എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നുണ്ട്, ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്. കുഴപ്പമില്ല, ഗ്രൂപ്പിസം കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നിൽക്കും. ഗ്രൂപ്പിസം നല്ല രസമാണ്. അക്ബറും ഒക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പിസം കളിക്കും, തുടങ്ങും, പിന്നെയും മാറും. ഒരാഴ്ച കാലം എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ കുറച്ച് മാനേഴ്സ് അല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പം മരുമോളും അപ്പാനിയൊക്കെ ആയിട്ട് ജയിലിലൊക്കെ ആയിരുന്നു, ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത വീക്കിൽ ഇനിയിപ്പോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കണ്ടറിയാം. അപ്പം അടുത്ത കലാഭവൻ സരിക ആക്റ്റീവ് അല്ല, എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഒരു പിടുത്തവും ഇല്ല. സ്ട്രോങ് ആവാനുണ്ട്. അവർ പിടിക്കുന്നത് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അടുത്ത സരിക കെ ബി നല്ലൊരു ആങ്കറാണ്. പുള്ളിക്കാരിയും സേഫ് ഗെയിം കളിക്കുക. ഈ സരികയും സേഫ് ഗെയിമറാണ്, സേഫ് ഗെയിമറാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സരിക കെ ബി ഇടയ്ക്ക് നിന്നിട്ട് അതങ്ങനെ ചെയ്യണ്ട, ഇത് ഇങ്ങനെ ചെയ്യണ്ടോ, അത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, എന്തോ അങ്ങനെയൊന്നും പറയരുത്, സോറി പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സ്വന്തമായിട്ട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഗെയിമിലൊന്നും അത്ര ആക്റ്റീവ് ഒന്നുമല്ല. പുള്ളിക്കാരിയും നേരെ നിന്ന് പോകാൻ ചാൻസ് കുറവാണ്. ശൈത്യ ലോവറിന് പഠിക്കുന്നൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കോച്ചാണ്. പക്ഷെ ആക്റ്റീവ് അല്ല. സത്യം പറഞ്ഞിട്ട് ഉറങ്ങുവാണെന്നൊരു സംശയം. പുള്ളിക്കാരി ഔട്ടായി പോകാനുള്ളതായിരുന്നു. ഒരു ടാസ്കിൽ പുറത്താക്കപ്പെട്ടു. അപ്പം ബിഗ് ബോസിന്റെ റൂമിൽ വെളിയിൽ പോകേണ്ടി വന്നു. ഉറങ്ങി കിടന്നപ്പോഴത്തേക്ക് കട്ടിലെടുത്ത് ഒരു പോയിന്റ് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഔട്ടാവും, ഫിക്ഷനായി പോകും. പക്ഷെ ജസ്റ്റ് ഇതിനാണ് രക്ഷപ്പെട്ടത്. പുള്ളിക്കാരി ഒന്നും ഒരു അഭിപ്രായങ്ങളും ഇല്ല, ഒന്നും സംസാരിക്കത്തില്ല. എനിക്കറിയില്ല എന്താണ് അത് ചെയ്യുന്നതെന്ന്. ഒരു സ്ട്രോങ് അല്ല, ആക്റ്റീവ് അല്ല. ഓക്കെ, അടുത്ത ഷാനവാസിക്ക വളരെ സ്ട്രോങ്സ്റ്റ് ഗെയിമാണ്. പുള്ളിക്കാരൻ ഇടയ്ക്ക് നന്മോര കളിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. പുള്ളിയുടെ മനസ്സിൽ കുറെ പ്ലാനിങ്ങുകളുണ്ട്. വന്ന സമയത്ത് പുള്ളിയുടെ മനസ്സിൽ ഒരു പ്ലാനിങ് ഇല്ലാതെ വന്നതെന്ന് എനിക്ക് മനസ്സിലായത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഗ്രൂപ്പ് കളിക്കുന്നുണ്ട്. അന്ന് ഗ്രൂപ്പ് കളിച്ചാൽ തന്നെ അതിന് ഇടയിൽ നിന്നുകൊണ്ട് സ്വന്തമായിട്ടുള്ള എങ്ങനെ കയറി വരാം എന്നുള്ളൊരു പ്ലാൻ പുള്ളി ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് കളിക്കുന്നുണ്ട്, എന്നാൽ അതിനിടയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അവരെ കാലുവായിരുന്നുണ്ട്, ഈ ഗ്രൂപ്പ് കളിക്കുന്നവരുടെ കാലുവായിരുന്നുണ്ട്. പുള്ളിയാണ് ഇപ്പം ഈ സെക്കൻഡ് വീക്കിൽ ക്യാപ്റ്റൻ അയക്കുന്നത്. പുള്ളി നല്ലൊരു ഗെയിമറാണ്. പുള്ളിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഗെയിമുകൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു അഭിപ്രായങ്ങളുണ്ട്. ഷാനവാസിക്ക് ആ ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് ഇഷ്ടമാണ്. കുഴപ്പമില്ല, നല്ല അവസാനം വരെ ഈ അക്ബർ ആര്യനെയൊക്കെ പോലെ അവസാനം വരെ നിൽക്കാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് ഈ ഷാനവാസ്. വേറൊന്നുമില്ല. ഇത് എത്രത്തോളം ശരിയാണെന്നോ എത്രത്തോളം കറക്റ്റ് ആയിട്ടാണോ ഞാൻ പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിൽ തോന്നി, എനിക്കിപ്പോ പറയാൻ തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതിൽ എത്രത്തോളം കണ്ടന്റ് ഉണ്ടോ, കണ്ടന്റ് ആയിട്ടൊന്നും കൂട്ടണ്ട. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. അടുത്ത എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.